ദിയ കൃഷ്ണയുടെ OBYOC എന്ന സ്ഥാപനത്തിൽ നടന്ന 69 ലക്ഷം രൂപയുടെ തട്ടിപ്പിനെതിരെ പൊട്ടിത്തെറിച്ച് ദിയയുടെ അച്ഛൻ കൃഷ്ണകുമാർ. മകൾ ഗർഭിണിയായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് 5 മാസത്തോളം ആശുപത്രിയും വീടുമൊക്കെയായി കഴിയുകയായിരുന്നു അവൾ. അപ്പോഴാണ് അതിവിദഗ്ധമായി ഈ തട്ടിപ്പ് നടത്തിയത്. തിരുവനന്തപുരത്തെ വലിയതുറയിലുള്ള കുട്ടികളാണ്. ഞാൻ അവിടുത്തെ മണ്ഡലത്തിൽ മത്സരിച്ചതാണ്. എന്റെ മണ്ഡലത്തിലെ കുട്ടികൾ എന്ന പരിഗണനയായിരുന്നു അവർക്ക് നൽകിയിരുന്നത്. ദിയയ്ക്ക് അവർ രണ്ടുപേരും സ്വന്തം അനിയത്തിമാരെ പോലെയായിരുന്നു. ഇവർ ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇപ്പോഴും ഇതിനു പിന്നിലും അവർക്ക് പിന്നിലും മറ്റാരോ ഉണ്ടെന്നാണ് കരുതുന്നത്. ദിയയെ പറ്റിച്ച് 68 ലക്ഷം രൂപയോളം 3 ജീവനക്കാർ കൊണ്ടുപോയതിനെ കുറിച്ച് കൃഷ്ണകുമാർ പറയുന്നത് ഇങ്ങനെയാണ്. എൻ്റെ മകളുടെ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ ഇവളുടെ ഒരു ആരോഗ്യത്തിനൊരു പ്രശ്നം വന്ന് സ്വാഭാവികമായിട്ടും സ്ത്രീകൾ ഗർഭിണികളാകുമ്പോൾ ആദ്യത്തെ 5 മാസം ചിലർക്ക് ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് എൻ്റെ മകളും. അപ്പോൾ ആശുപത്രി വീടുമായിട്ട് കഴിയുമ്പോൾ ഈ സ്റ്റാഫ് അവിടെ നേരത്തെ ഉണ്ട്. ഇവൾക്കാണ് വലിയ വിശ്വാസമുള്ള സ്റ്റാഫ്, ഇവൾ അനിയത്തിമാരെ പോലെ കരുതുന്നവർ. ഇതാദ്യം ഒരാൾ വരുന്നു, പിന്നീടാണ് മറ്റ് 2 പേരെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഈ സ്ഥാപനം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവൾ ഗർഭിണിയതിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഈ 5-6 മാസത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തട്ടിപ്പെന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവർ അറിയേണ്ടതാണ്, സ്ഥാപനങ്ങൾ തുടങ്ങുന്നവരും നടത്തുന്നവരും. അതായത് QR കോഡ് ഇന്ന് വളരെ എളുപ്പമാണല്ലോ. ഇന്ന് എല്ലാവരും അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് QR കോഡ് വെച്ച്, അപ്പോൾ തെളിവായല്ലോ. ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വരുന്ന കസ്റ്റമർ സാധനം വാങ്ങിച്ച് കഴിയുമ്പോൾ ഒരു 1000 രൂപ എന്നിരിക്കട്ടെ, 1000 രൂപ QR കോഡ് ഞങ്ങളുടെ ഓഫീസിൻ്റെ വർക്ക് ചെയ്യുന്നില്ല. പല ദിവസങ്ങളും മറ്റേ QR കോഡ് മാറ്റി വെച്ചിട്ട് ഇവരിത് QR കോഡ് ഒന്ന് കാണിക്കുന്നു. അപ്പോൾ പലരും ചോദിച്ചു, ഇതിൽ വേറെ പേരാണല്ലോ വരുന്നത്. അത് പുള്ളിക്കാരിക്ക് സുഖമില്ലാത്തതിൻ്റെ അക്കൗണ്ടിൻ്റെ നമ്പറാണ്. എന്തിന് ഇതിനകത്തൊരു കുട്ടി ഇതിനകത്ത് എന്തോ OBYOC എന്ന് വരെ ഒരു QR കോഡ് ഉണ്ടാക്കിയെന്ന് പറയുന്നു. അതുവരെ പറയുന്നു. എന്തോ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. എന്തായാലും ഈ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഇത് ഓഡിറ്റർ പറഞ്ഞാണ് നമ്മൾ അറിയുന്നത് പൈസ പോയിരിക്കുന്നു. ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 34 ലക്ഷം രൂപ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ മാത്രം വന്നിരിക്കുന്നു. മൊത്തം പരിശോധിച്ചപ്പോൾ 69 ലക്ഷം രൂപയാണ് കണക്ക് വഴി മാത്രം പോയിരിക്കുന്നത്. ഇവർ ഇത് സമ്മതിച്ച് വീട്ടിൽ വന്നു, മീൻസ് മകളുടെ ഫ്ലാറ്റിന് താഴെ അവിടെ വന്നിരിക്കുമ്പോൾ ഇവരുടെ ഫോൺ എടുത്തിട്ട് GPay മാത്രം നോക്കിയപ്പോൾ ഇവരൊരു 1000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മറ്റൊരു ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ പൈസകൾ മുഴുവൻ പോയിരിക്കുന്ന റെക്കോർഡ് GPayയുടെ ഹിസ്റ്ററി എടുത്താൽ മതിയല്ലോ. ഫുള്ളി ഡിജിറ്റൽ എവിഡൻസ് ആണ് ഇതിനകത്തിരിക്കുന്നത്. ഇതിന് പുറമെ അവർ പറഞ്ഞു ഒരു കുറച്ച് പൈസ തരാനുള്ളതുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോയിരിക്കുന്ന ഇത്രയാണ്, എത്ര കൊണ്ടുവരാൻ പറ്റും എളുപ്പം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും ഒക്കെ വന്നപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരായി. അപ്പോൾ ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻകാർ പറഞ്ഞു ഇവിടെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ട് ഇവിടെ വരുന്നു ഈ ഓഫീസിലൊന്ന് സംസാരിച്ച് ഇവർ മുഴുവൻ കാര്യം സമ്മതിച്ചു. എന്ത് സംഭവിച്ചു, എങ്ങോട്ട് മാറ്റി, ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ ഇതിലൊരാൾ പറഞ്ഞു ഞാൻ കുറച്ചൊരു പൈസ എടുത്തോണ്ടിരാന്ന് പറഞ്ഞ് ഇയാൾ വെളിയിൽ പോയി എല്ലാം കൂടി 8,82,000-3,000 രൂപ ക്യാഷായിട്ട് കൊണ്ടിരുന്നു. ഇത് മുഴുവൻ വീഡിയോ ഉണ്ട്. ഇന്ന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം. കാരണം ഇതുവരെ ഞങ്ങൾ ഈ പെൺകുട്ടികളുടെ മുഖം വെളി കാരണം പെൺകുട്ടികളാണ്, ഒരു കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുന്നവർ. ഇത് വരാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ ഇവർ കൊണ്ട് കൊടുത്തിരിക്കുന്ന പരാതി ആലോചിക്കണം. ഇവരെ ഏതോ അജ്ഞാത കേന്ദ്രത്തിലോട്ട് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിടിച്ച് പൈസ വാങ്ങിച്ചിരിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.